പ്രശാന്ത് ഏട്ടാ, നമ്മുടെ നിയമസഭാ ഇലക്ഷന്റെ ഡേറ്റ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ ജില്ലകളിൽ നിന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും നടക്കുന്നു. അപ്പോ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPM-ന്റെ പ്രധാന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്നത്. അപ്പോൾ ജി സുധാകരനെ തഴയുന്ന CPM-ന്റെ നിലപാടിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സുധാകരൻ. നിങ്ങളുടെ ഈ പറയുന്ന നാണം കെട്ട് പുറകെ വരാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കാൻ പറ്റില്ല. അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പേര് എന്ന രീതിയിലാണ് ജി സുധാകരൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം? ഈ അവസ്ഥയ്ക്ക് പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് വ്യക്തിഹത്യയും അവഗണനയുമാണ്. വ്യക്തിഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മുതിർന്ന നേതാവ് തന്നെയാണ്. ഈ ജി സുധാകരൻ എന്ന് പറയുന്നത് ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ഇത്തവണ മത്സരിക്കേണ്ട എന്ന് പറയുക, അതുപോലെ തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് പോവുക, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരന് അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകന് ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ തോറ്റാലും ജയിച്ചാലും അദ്ദേഹത്തിന് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്നത് ഈ പറയുന്ന CPM ആണ്. CPM ശരിക്കും പ്രതിരോധത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ആലപ്പുഴയിലെ CPM-ന്റെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ്, അല്ലെങ്കിൽ CPM പ്രതീക്ഷിക്കുന്ന ആ ഒരു വോട്ട് ഷെയർ ഉണ്ടല്ലോ, വോട്ടിന്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്, അത് ഉറപ്പായും മാറാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ മുന്നോട്ട് വരുന്നത്. മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു എന്താ പറയുന്ന ഒരു ശതമാനം, പോളിംഗ് ശതമാനം ഉണ്ടല്ലോ, അവർ പ്രതീക്ഷിച്ച ഒരു പോളിംഗ് ശതമാനത്തിൽ നിന്നും വളരെയധികം താഴേക്ക് പോകുവാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി സുധാകരൻ അദ്ദേഹത്തിന് ഉറപ്പിച്ച കുറച്ച് വോട്ടുകൾ പിടിക്കുന്നത് എല്ലാം തന്നെ, ആ പിടിക്കപ്പെടുന്ന വോട്ടുകളെല്ലാം തന്നെ അത് പാർട്ടി വോട്ടുകളാണ്. കാരണം അദ്ദേഹം പാർട്ടി പ്രവർത്തകനായിരുന്നു, പാർട്ടി ബേസ് ആയിട്ടാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്, പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്ര വോട്ട് പിടിക്കുന്നു അത്രയും വോട്ടുകൾ പാർട്ടി വോട്ടുകൾ തന്നെയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ രീതികളെ ഒന്നും തന്നെ അദ്ദേഹം പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്തുടരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു കൺവെൻഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം ചുവരെഴുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ ഭാഗമല്ല, ആരുടെയും പിന്തുണ തേടി ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല. ഇത്ര വർഷങ്ങളായി CPM-ന്റെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ് വന്നിരുന്നത് പാർട്ടിയുടെ ലേബലിൽ മത്സരിക്കാൻ പോകുന്നില്ല എന്ന്. എന്തൊരു നാണം കെട്ട ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിനല്ല നാണക്കേട്, അല്ല, ഞാൻ ഈ പാർട്ടിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത്ര കൊല്ലമായി നിങ്ങളുടെ ഒരു പ്രതിനിധിയായി വന്നിരുന്ന ഒരാളെ, അല്ലെങ്കിൽ ഇദ്ദേഹം ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം ഇത് ആളി കത്തിയത്. അദ്ദേഹം പിന്നീട് വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് സമന്വയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇത്ര വർഷമായി നിങ്ങളുടെ കൂടെ നിന്നൊരു നേതാവിനെ നിങ്ങൾക്ക് കൂടെ നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ ഇത് ഈ പാർട്ടിയുടെ പരാജയത്തിലേക്ക് തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഇദ്ദേഹത്തെ പ്രായത്തിന്റെ പേരിലാണ് മാറ്റി നിർത്തുന്നത് എന്നൊരു ടോക്ക് വന്നിരുന്നു. പ്രായത്തിന്റെ പേര്, ഇത്ര ഏജ് കഴിഞ്ഞവരൊന്നും മത്സരിക്കേണ്ട എന്നുള്ളൊരു നിയമത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതെന്ന് പറയുമ്പോൾ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് ലെനിനും മാവോയും കാസ്ട്രോയും മരണം വരെയും നേതാക്കളായിരുന്നു. എന്നെ കിളവനെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുവാൻ ആർക്കും അവകാശമില്ല. കാരണം തോമസ് ഐസക്കിനില്ലാത്ത പ്രായപരിധി തനിക്കെതിരെ പ്രയോഗിക്കുന്നത് രാഷ്ട്രീയപരമായ പാപ്പത്തരമാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഏത് ബൂർഷ്വാ പ്രഭാഷകനെയും വെല്ലുവിളിക്കാൻ തനിക്ക് ശേഷിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നിടത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥിരം ഡയലോഗ് അല്ലെങ്കിൽ ഒരു സ്ഥിരം പ്രയോഗമാണ് ബൂർഷ്വാ എന്നുള്ളത്. അതേ പദം തന്നെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അധികാരത്തിന്റെ മുകളിലിരുന്ന് ഈ കണ്ണ് മഞ്ഞളിച്ചു പോയത് കൊണ്ടാണോ സ്വന്തം ആൾക്കാരെ പോലും ഈ കണ്ണിൽ പിടിക്കാത്ത രീതിയിലേക്ക് CPM-ന്റെ സഖാക്കൾ മാറിപ്പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്? അടുത്ത ഇനി പറയുന്ന 3.0 പ്രാവർത്തികമല്ല എന്നൊരു തോന്നൽ കൊണ്ടാണോ ഇനിയിപ്പോ ഇങ്ങനെ ആരെയും മത്സരിക്കേണ്ട, ഇവരാരും മത്സരിക്കാതെ സ്ഥാനാർത്ഥികളോട് വലിയ ശക്തി ഇല്ലാത്തത് കൊണ്ട് ആ മണ്ഡലം ഞങ്ങളുടെ കൈവിട്ടു പോയതാണ്, അങ്ങനെ പറയാനുള്ള ഒരു രീതി കൊണ്ടാണ്? തീർച്ചയായിട്ടും അത് ഇപ്പോൾ തന്നെ വ്യക്തമാണല്ലോ. കാരണം 3.0 എന്ന് പറയുന്ന ഒരു കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല. ചേട്ടാ, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയേക്കാൾ എന്തായാലും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. അതിൽ ഒരു സംശയവും ഈ CPM-കാർക്ക് പോലും ഉണ്ടാകേണ്ടത് കാര്യമില്ല. അപ്പോ PK ശ്യാമളയെ മത്സരിപ്പിക്കണമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പറയുന്നുണ്ട് എങ്കിൽ അമ്പലപ്പുഴയിൽ ഒരു മികച്ച സ്ഥാനാർത്ഥി നിങ്ങളുടേത് ജി സുധാകരൻ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഇവരിൽ ആരാണ് മികച്ചത്. അതേപോലെ നിങ്ങൾ നിർത്തുന്ന ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾ മാറ്റി നിർത്തുന്ന പല സ്ഥാനാർത്ഥികളും അവരെക്കാൾ മുകളിലാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പ്രവർത്തകർ എന്താ മണ്ടന്മാരാണോ? നാണമില്ലേ ഇങ്ങനത്തെ തോന്നിവാസമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ തോന്നിയ നിലപാടുകൾ സ്വീകരിക്കുന്ന, ഇരട്ടത്താപ്പുകൾ സ്വീകരിക്കുന്ന നിങ്ങളുടെ വീണ്ടും നേതാക്കന്മാരുടെ പിന്നാലെ കൊടിയും പിടിച്ചു പോകാൻ? നിങ്ങൾ വിശ്വസിക്കുന്ന ആശയം എന്താണോ അതിനോടൊപ്പം നിൽക്കുക. ഇപ്പൊ ജി സുധാകരന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അത് തന്നെയായിരിക്കും. അദ്ദേഹം വിശ്വസിക്കുന്ന ആശയം അനുസരിച്ച് അദ്ദേഹം മനസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരിക്കാം. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ലേബലിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് ഒക്കെ മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആശയം വേറെ, അല്ലെങ്കിൽ കുടുംബവാഴ്ച കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അഴിമതികൾ കൊണ്ടുവരുന്ന, മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ഭരണകൂടമായി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞു. ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇനി 3.0 വരികയാണെങ്കിൽ അതിന്റെ ലേബലിൽ മത്സരിച്ച് വരുന്ന ഓരോ പ്രതിനിധിയും ഈ പറയുന്ന ആൾക്കാരുടെ അതേ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു നിലപാടിൽ തനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് ജി സുധാകരൻ സ്വീകരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിന് ജയിക്കാനുള്ള ഒരു സാധ്യത, അമ്പലപ്പുഴയിൽ ജയിക്കാനുള്ള സാധ്യത നല്ലതായിട്ട് മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടാകാൻ പോകുന്നത് CPM-ന് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന അപ്പുറത്തേക്കും ഒരു അപമാനം തന്നെയായിരിക്കും. ഇതിനകത്ത് അപമാനത്തെക്കാൾ ഉപരി ആതിര ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ജി സുധാകരൻ സ്വതന്ത്രനായി രംഗത്തെത്തുന്നതോടുകൂടി സംഭവിച്ചു പോയൊരു കാര്യം എന്ന് വെച്ചാൽ അമ്പലപ്പുഴ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായിട്ട് തന്നെ മാറി മറിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇന്നലെ വരേക്കും ഉണ്ടായിരുന്ന വെറും അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമോ, അദ്ദേഹത്തിന് UDF പിന്തുണ കൊടുക്കുമോ എന്നുള്ള സംശയങ്ങൾ നിന്നിടത്ത് എല്ലായിടത്തു നിന്നും ഇന്നിപ്പോൾ ഇതാ അദ്ദേഹം സ്വതന്ത്രനാണ്, അദ്ദേഹത്തിന് UDF-ന്റെ പിന്തുണ ഉണ്ടാവും, CPM-ന്റെ കോട്ടയിൽ ഇത്തവണ അദ്ദേഹം UDF സപ്പോർട്ടോട് കൂടി മത്സരിക്കും എന്ന് പറയുമ്പോൾ തന്നെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആ അമ്പലപ്പുഴയുടെ മണ്ണിലെ അവസാനത്തെ തായ്വേരും അറക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അവിടെ ആരെ പകരം കൊണ്ട് നിർത്തി കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ജി സുധാകരൻ പിടിക്കുന്ന, ജി സുധാകരന്റെ ഉറപ്പിച്ചിട്ടുള്ള വോട്ടുകളെല്ലാം തന്നെ പാർട്ടി വോട്ടുകളാണ്. ആ പാർട്ടി വോട്ടുകൾ ജി സുധാകരനൊപ്പം പോകും. അതോടൊപ്പം തന്നെ UDF-ന്റെ വോട്ടുകൾ ജി സുധാകരനിലേക്ക് വരും. ഇവിടെ ഈ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? തീർച്ചയായിട്ടും അത് കുറയുകയാണ്. വോട്ടുകളൊക്കെ BJP-യിലേക്കാണ് പോകുന്ന ഒരു നാണക്കേട് കൂടി ഇവിടെ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത്. UDF-ന് കിട്ടാൻ പോകുന്ന കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഇത്തരം നേതാക്കൾ സ്വതന്ത്രരായി മത്സരിക്കുകയാണ്, പാർട്ടിയുമായി പിന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി വോട്ടുകളൊക്കെ ഇത്തരം സ്ഥാനാർത്ഥികളുടെ അടുത്തേക്ക് പോവും. ബാക്കിയുള്ള 1% അല്ലെങ്കിൽ ബാക്കിയുള്ള 30% വോട്ടുകൾ ചെന്ന് ഇരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് BJP-യിലേക്കാണ്. അത് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഗോവിന്ദൻ മാസ്റ്ററിന്റെ, അതേപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെയും ഇത്തരം ഈ ബാലിശമായിട്ടുള്ള നിലപാടുകളാണ്. നിങ്ങൾക്ക് ഭരണരംഗത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന ഈ മികച്ച കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ സ്വന്തം നമ്മുടെ ഇപ്പൊ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു നല്ലൊരു നേതാവാണ്, പക്ഷേ പൊതുവെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും, പക്ഷെ എന്റെ വീട്ടുകാരെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ആ ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്നത്. നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾ ചെല്ലുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ പാർട്ടിക്കകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ എന്നും നെഞ്ചോട് ചേർത്തിരുന്ന ആ ഒരു പാർട്ടി, അല്ലെങ്കിൽ അതിലെ വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഇത്തരം നിലപാടുകളാണ് ആലപ്പുഴ പോലെയുള്ള നിങ്ങളുടെ ഈ പാർട്ടി കോട്ടകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മണ്ഡലങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോകാൻ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും ജി സുധാകരന്റെ ഇങ്ങനെ ഒരു നിലപാടെന്ന് പറയുന്നത് വളരെ ആശംസാർഹം തന്നെയാണ്. എന്തായാലും ഇതിപ്പോ സ്ഥിരീകരണമായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അമ്പലപ്പുഴയിൽ നിന്ന് അങ്ങനെ പേര് പട്ടിക അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം അറിയിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ കുമ്പിടാത്ത ഒരാളുണ്ടായിരുന്നല്ലോ, പിണറായി സഖാവ് പോയി കാണും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി കാണില്ല എന്ന് പിണറായി സഖാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പോയി കാണുമോ കാണില്ലയോ എന്നുള്ളതിന്റെ ഒരു അവസാന ഘട്ടം കൊണ്ട് CPM-ന്റെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഇനി അടുത്തതായിട്ട് അതാണ് കാണാൻ പോകുന്നത്. അവരെങ്ങനെയായിരിക്കും ഇതിനെ നോക്കി കാണാൻ പോകുന്നത്? മിക്കവാറും CPM-ന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതികരണവും പ്രതിരോധവും മൗനമാണ്. അല്ല, പറയാൻ പോകുന്നത് ഒരു ജി സുധാകരൻ അല്ല CPM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. ഇതായിരിക്കാം ഈ പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത്. പലപ്പോഴായി നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളത് കൊണ്ട് ഇത് മാത്രമേ അവർക്ക് പറയാൻ സാധിക്കുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കും വെറുപ്പിക്കുന്ന രീതിയിലൊന്നും പറയാൻ സാധ്യതയില്ല. കാരണം ഇലക്ഷൻ ആണ്, എന്തെങ്കിലുമൊക്കെ ഇവരൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി വീണ്ടും നാറും. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ CPM ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. എന്തായാലും അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള പേര് ജി സുധാകരന്റെ തന്നെയാണ്. അതെ.